Hello friends, welcome to Gleanly Presents Victory Lab. 2026 RRB undergraduate aspirants വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ത്രൂ 2026 RRB NTPC ഗ്രാജുവേറ്റ് ഫിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ സീരീസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 17/3/2026 സെക്കൻഡ് ഷിഫ്റ്റ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. വീറ്റ് ഈസ് മെയിൻലി എ ക്രോപ്പ് ഓഫ് വിച്ച് സീസൺ ഇൻ ഇന്ത്യ? വീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് ക്രോപ്പ് സീസണിൽ വിളയുന്ന ഒരു വിളയാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ നമ്മൾ ഓരോ സീസണായിട്ട് നോക്കുകയാണെങ്കിൽ സെയ്ദ് സീസൺ എന്ന് പറയുന്നത് നമ്മുടെ സമ്മർ സീസണാണ്. ഇത് വിതയ്ക്കുന്നത് മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കും ഇത് വിതയ്ക്കുന്നത്. ആൻഡ് ജൂൺ ആ ഒരു ടൈം ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് നമ്മൾ കൊയ്യും. ഓക്കെ, അതുപോലെ ഖാരിഫ് എന്ന് പറയുന്നത് നമ്മുടെ റെയിനി സീസണാണ്. റെയിനി സീസണിലുള്ള ക്രോപ്പാണ്, മൺസൂൺ ടൈമിലാണ് ഉണ്ടാകുന്നത്. ജൂൺ ജൂലൈയിൽ ഇത് വിതയ്ക്കും ആൻഡ് ഇത് നവംബർ ഡിസംബറിനുള്ളിൽ ഇത് എന്ത് ചെയ്യും, നമ്മൾ കൊയ്യും. ആൻഡ് റാബി എന്ന് പറയുന്നത് വിൻ്റർ സീസണിൽ നവംബർ ഡിസംബർ ടൈമിൽ വിതച്ചിട്ട് മാർച്ച് ഏപ്രിലിന് മുമ്പ് കൊയ്യുന്നതാണ് റാബി ക്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വീറ്റ് എന്ന് പറയുന്നത് ഒരു റാബി ക്രോപ്പാണ്. ഓക്കെ, വീറ്റ് റാബി ക്രോപ്പിൽ പെടുന്നതാണ്. സെയ്ദിൽ നമ്മൾ മസ്ക് മെലൺ, വാട്ടർ മെലൺ, അതുപോലെ തന്നെ കുക്കുംബറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഖാരിഫ് പഠിക്കാനായിട്ട് നമ്മളൊരു കോഡും പഠിച്ചിട്ടുണ്ടായിരുന്നു, പച്ചക്കറി എന്തിനാ. അതിൽ നമ്മൾ കോട്ടണും ദെൻ റൈസ്, തേയില, തിനവിളകളായിട്ടുള്ള ജോവർ, ബജ്റ, അതുപോലെ എള്ള്, പിന്നെ അങ്ങനെയുള്ള കുറേ ക്രോപ്പുകൾ നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ചണം, ജൂട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, റേസിങ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ദ ഗ്രൗണ്ട് റിസൾട്ട്സ് ഇൻ ദ സ്റ്റോറേജ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് എനർജി? നമ്മളൊരു ഒബ്ജക്റ്റ് തറയിൽ നിന്ന് എടുത്ത് പൊക്കി കഴിഞ്ഞാൽ അത് എന്ത് എനർജിയാണ് അതിലുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ, ഇതൊരു കണ്ടക്ടറാണെന്ന് വെച്ചാൽ ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്നതാണ്. ഇനി ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഇത് ഒരു കണ്ടക്ടറിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇനി ഹീറ്റ് എനർജി ആണെങ്കിലോ ഏതൊരു ഒബ്ജക്റ്റിൽ നടക്കും? ഒരു ഒബ്ജക്റ്റ് ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിനകത്തുള്ള പാർട്ടിക്കിളുകൾ, ആറ്റംസ്, അതുപോലെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള എന്താണ് മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന കൊളിഷനും മൂവ്മെൻറ്റും ഒക്കെ കാരണം ഉണ്ടാകുന്നതാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരിക്കും, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് ബൈ ദ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ. അതായത് ഇതൊരു ഗ്രൗണ്ടാണ്, ഈ ഗ്രൗണ്ടിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു, ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഒരു ടേബിളിലായിട്ടൊരു അടുത്തൊരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. സോ ഇതിന് ഉണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? MgH, അതാണ് പൊട്ടൻഷ്യൽ എനർജി. അതുപോലെ തന്നെ ഇതിനും എന്താണ്? MgH തന്നെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ MgH ഇതിൻ്റെ മാസം, അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഇതിൻ്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും സെയിം മാസമുള്ളൊരു ഒബ്ജക്റ്റാണ് ഇത് രണ്ടും എങ്കിൽ ഇതിനായിരിക്കും കൂടുതൽ, മേളിലിരിക്കുന്നതിന് കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി കാണും, കാരണം അതിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. സോ ഹൈറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി പ്രോസസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ബൈ ദ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷനാണ്. അതായത് മൂവിങ് ഒബ്ജക്റ്റിൽ ഉള്ള എനർജിയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ പൊട്ടൻഷ്യൽ എനർജി. വിച്ച് സെൽ ഓർഗനൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് സെൽ ഷേപ്പ് ആൻഡ് പ്രൊവൈഡിങ് സ്ട്രക്ചറൽ സപ്പോർട്ട്? സെൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് നമ്മൾ ഇങ്ങനൊരു സെൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൽ ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം സൈറ്റോസ്കെൽറ്റൺ ആണ്. സൈറ്റോസ്കെൽറ്റൺ ആണ് നമ്മുടെ സെല്ലുകളുടെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ പെരോക്സിസോം എന്താണ്? പെരോക്സിസോം എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനിലാണ്. അത് സൈറ്റോപ്ലാസത്തിൽ, നമ്മുടെ സെല്ല് സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാവുക. അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് റെഡ്യൂസിങ് എൻസൈമുകൾ അഥവാ റിഡക്റ്റേസ് എന്ന് പറയും, റിഡക്റ്റേസ് ആയിട്ടുള്ള കാറ്റലൈസ് അല്ലെങ്കിൽ ഓക്സിഡൈസസ് ഒക്കെ ഉണ്ടാവും ഈ പെറോക്സിസോമിൽ. സോ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെല്ലിനകത്തുള്ള റിഡക്ഷൻ റിയാക്ഷൻ, ഹൈഡ്രജൻ അഥവാ പ്രോട്ടോണൊക്കെ യൂസ് ചെയ്തിട്ടുള്ള, ഇലക്ട്രോൺ യൂസ് ചെയ്തിട്ടുള്ള റിയാക്ഷനുകൾ നടത്താനായിട്ട് ഹൈഡ്രജൻ സപ്ലൈ ചെയ്യുന്നതൊക്കെ എന്താണ്? ഈ ഒരു പെറോക്സിസോമാണ്. ഓക്കെ, ന്യൂക്ലിയസ് നമുക്കറിയാം, സെല്ലിൻ്റെ നടുക്കുള്ള എന്താണ് ഒരു മെയിൻ കമ്പോണൻ്റാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മുടെ സെല്ലിൻ്റെ DNA, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA അഥവാ ക്രോമസോമും ക്രോമാറ്റിൻ റെട്ടിക്കുലം ഇതൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്നത് ന്യൂക്ലിയസിനകത്താണ്. ഓക്കെ, അതുപോലെ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് അഥവാ ഗോൾഗി ബോഡീസ് എന്നും പറയും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിൽ തന്നെ ഉള്ള ഒരു സെൽ ഓർഗനലാണ്. ഇത് ഒരു പോസ്റ്റ് ഓഫീസായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റ് ഓഫീസായിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മുടെ സെല്ലിലെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനെയും ലിപ്പിഡിനെയൊക്കെ ഇതെന്ത് ചെയ്യും? ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വയ്ക്കും. വെസിക്കിൾ എന്ന് പറയും. ഓക്കെ, വെസിക്കിളുകളിൽ ഇത് എന്ത് ചെയ്യും? ഈ ഗോൾഗി അപ്പാരറ്റസ് ഈ പ്രോട്ടീനെ ലിപ്പിഡിനെയൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അത് സെല്ലിനകത്തും സെല്ലിന് പുറത്തോട്ടൊക്കെ മറ്റ് മെത്തേഡിലൂടെ
അത് എന്ത് ചെയ്യും, ഡെലിവർ ചെയ്യപ്പെടും. സോ അതാണ് ഗോൾഗി അപ്പാരറ്റസ്. ഇനി നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് കണ്ടെത്തിയത് കെമിലിയോ ഗോൾഗിയാണ്. ഓക്കെ, 1898 1898 ഗോൾഗി അപ്പാരറ്റസ് കെമിലിയോ ഗോൾഗി കണ്ടെത്തുന്നത്. അതുപോലെ ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ റോബർട്ട് ബ്രൗൺ ആണ് 1831 റോബർട്ട് ബ്രൗൺ ആണ് കണ്ടെത്തുന്നത്. അതുപോലെ സൈറ്റോ സ്കെൽട്ടൺ എന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് നിക്കോളായ് കെ കോൾട്സോവ് എന്ന് പറയും. ഓക്കെ, നിക്കോളായ് കെ കോൾട്സോവ് 1903 1903 ആൻഡ് ഇത് ഈ ഒരു സൈറ്റോസ്കെൽട്ടൺ എന്ന പേര് കൊണ്ടുവരുന്നത് പോൾ വിന്റർബർട്ട് ആണ്. ഓക്കെ, പോൾ വിന്റർബർട്ട്. പെറോക്സിസോൺ അല്ലെങ്കിൽ പെറോക്സിൻ ഡിസ്കവർ ചെയ്യുന്നത് ക്രിസ്ത്യൻ ഡേ ദൂവെ ആണ് 1967. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. In which of the following articles of the Constitution of India it is stated that union territories are to be administered by the president who may appoint an administrator to oversee them? അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളിലാണ് യൂണിയൻ ടെറിട്ടറിയെ പ്രസിഡന്റാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത്, അഥവാ പ്രസിഡന്റിന് അതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ വെക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 239A ആണ്. സോറി 230, വെറും 239 ആണ്. ഓക്കെ, 239 ആണ് ഇതിൻ്റെ ആൻസർ. 239 പറയുന്നതെന്ന് വെച്ചാൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, നമ്മുടെ യൂണിയൻ ടെറിട്ടറികളെ അഡ്മിനിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ പ്രസിഡന്റിന് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റനന്റ് ഗവർണറോ അല്ലെങ്കിൽ ചീഫ് കമ്മീഷണറോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാം, അവർക്കിത് നോക്കാം. അതുപോലെ തന്നെ നെയ്ബറിംഗ് സ്റ്റേറ്റിലുള്ള ഈ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ അടുത്ത് തന്നെ ഒരു സ്റ്റേറ്റ് കിടപ്പുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ഗവർണറിന് വേണമെങ്കിൽ ആ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ കാര്യങ്ങൾ നോക്കാം. അത് പ്രസിഡന്റിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് 239 എന്ന് പറയുന്നത്. ഇനി 239 തന്നെ 239A ഉണ്ട്, 239AA ഒക്കെ ഉണ്ട്. ഓക്കെ, 239AA 239AU ഒക്കെ ഉണ്ട്. വെറും എ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതുച്ചേരി പോലുള്ള സ്ഥലങ്ങളുടെയൊക്കെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ്. ഓക്കെ, അത്ര അതിനകത്തുള്ളൂ. പുതുച്ചേരി പോലുള്ള സ്ഥലങ്ങളുടെ അഡ്മിനിസ്ട്രേഷനെ പറ്റി, അതായത് ഒന്ന് കൂടുതൽ സ്ഥലത്തായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളുടെ ഒരു അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ 239A ആണെങ്കിൽ നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിക്ക് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന ഇത് കൊടുക്കുന്ന പദവി കൊടുക്കുന്ന 239AA ആണ് വന്നത് 69th അമെൻമെന്റ് ഓഫ് 1991. 69th അമെൻമെന്റ് ഓഫ് 1991. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 240 ആണെങ്കിലോ, 240 എന്ന് വെച്ചാൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് പവർ ഓഫ് പ്രസിഡന്റ് ഓൺ യൂണിയൻ ടെറിട്ടറിയാണ്. യൂണിയൻ ടെറിട്ടറിയിലുള്ള ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, അങ്ങനെയൊക്കെയുള്ള പുതുച്ചേരി, ദദ്രാൻ നഗർ ഹവേലി, ദമൻ ആൻഡ് ദ്വീപ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡന്റിന് റെഗുലേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ 241 ആർട്ടിക്കിൾ 241 എന്ന് പറയുന്നത് ഹൈക്കോർട്ട്സ് ഫോർ യൂണിയൻ ടെറിട്ടറിയാണ്. നമ്മുടെ യൂണിയൻ ടെറിട്ടറികൾക്ക് അവിടുത്തെ കാര്യങ്ങൾ ജൂറിസ്ഡിക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈക്കോർട്ടുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 241. അങ്ങനെ എന്താണ്, ഡൽഹിക്കും ജമ്മു കാശ്മീരിനും ലഡാക്കിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള തന്നെ ഹൈക്കോർട്ടുകളുണ്ട്. അതുപോലെ ലക്ഷദ്വീപിൻ്റെ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് കേരളത്തിലാണ് കിടക്കുന്നത്. കേരളത്തിൻ്റെ ഹൈക്കോർട്ട് തന്നെയാണ് ലക്ഷദ്വീപിനും ഹൈക്കോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് 241. ഇനി ആർട്ടിക്കിൾ 242 എന്ന് പറയുന്നത് ഇപ്പം നിലവിലില്ല, റിപ്പീൽ ചെയ്തു പോയ ആർട്ടിക്കിളാണ്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂർഗിൻ്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ്. പക്ഷേ ഇപ്പോൾ കൂർഗ് എന്ന് പറയുന്നത് കർണാടകത്തിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് ആണ് നിൽക്കുന്നത്. സോ അത് 7th അമെൻമെന്റ് ഓഫ് 1956 ഇതെന്ത് ചെയ്യുന്നു, ഈ 242 എടുത്തുള്ളത്. സോ ഇതില്ല ഇപ്പം. സോ ഇതിൻ്റെ ആൻസർ 239. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് റെസ്പെക്ട് ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലാത്തതിലേന്നാണ് ചോദ്യം. ഓക്കെ, ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ഇത് കറക്റ്റാണ്. സോ ഇതിൽ ആൻസർ ആർട്ടിക്കിൾ 39A ആണെങ്കിൽ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, അതും കറക്റ്റാണ്. ആർട്ടിക്കിൾ 39 എന്ന് വെച്ചാൽ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആണ്. ആർട്ടിക്കിൾ 39 നമ്മൾ പഠിച്ചിട്ടുണ്ട്. LDC ഗോസ് ടു PSC എന്നൊക്കെ പറഞ്ഞ് ലൈവ്ലിഹുഡ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് തടയണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി ആർട്ടിക്കിൾ 43A ആണെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്, കറക്റ്റാണ്. 43 നമ്മുടെ ആർട്ടിക്കിൾ 43 പറയുന്നത് എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള വേജ് കൊടുക്കണം. അതുപോലെ 43A ആണെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി ആണ്. 43B എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊമോഷനൊക്കെയാണ്. ഇനി ആർട്ടിക്കിൾ 41 എന്താണ്, 41 കൊടുത്തേക്കുന്ന പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി ലീവാണ്. ഇത് തെറ്റാണ്. ആക്ച്വലി ആർട്ടിക്കിൾ 41 പറയുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക് അസിസ്റ്റൻസ് ആണ്. അതായത് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയ്യാതേക്ക് ഇരിക്കുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യണം,
അവർക്ക് പബ്ലിക് അസിസ്റ്റൻസ് കൊടുക്കണം. ജോലി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലുള്ളവർക്ക് അതിനുള്ള അസിസ്റ്റൻസ് കൊടുക്കണം. അതുപോലെ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെയാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. പക്ഷേ ഈ പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ, മെറ്റേണിറ്റി റിലീഫ്, ഇതൊക്കെ വരുന്ന ഏത് ആർട്ടിക്കിളാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 42. ആർട്ടിക്കിൾ 42 എന്ത് പറയുന്നത്? ജസ്റ്റ് ഫോർ ഹ്യൂമൻ കണ്ടീഷൻ ആൻഡ് മെറ്റേണിറ്റി റിലീഫ് പറയുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 25 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൈമർലി ഗ്യാരണ്ടീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ്. ആർട്ടിക്കിൾ 25 ഗ്യാരണ്ടി ചെയ്യുന്നത് ഏത് റൈറ്റ് ആണെന്നാണ് ചോദ്യം. ഓക്കെ. റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ. റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്ന ഏതിലാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലൈം, റൈറ്റ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലൈം വരുന്ന ആർട്ടിക്കിൾ 14. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പറയുന്നത് 29, 30 ആർട്ടിക്കിൾ 29ഉം 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്. ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈനോറിറ്റീസ്, 29 പറയുന്നത് നമ്മുടെ മൈനോറിറ്റീസിൻ്റെ കൾച്ചർ, അതുപോലെ അവരുടെ പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം, അവരുടെ ലാംഗ്വേജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. ആർട്ടിക്കിൾ 30 പറയുന്നത് മൈനോറിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടേതായ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി ഫ്രീഡം ഓഫ് റിലീജിയൻ എന്താണ്? ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 25 അതുപോലെ തന്നെ 26, 27, 28 ഇതെല്ലാം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് പറയുന്നത്. 25 സ്പെസിഫിക്കലി പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന് അവൻ്റേതായ തന്നെ ഒരു മതം സ്വീകരിക്കാം, ആ മതത്തിന് എന്ത് ചെയ്യാം, എങ്ങനെ കൺസൈൻസ് ചെയ്യാം, അതായത് എന്താണ് അത് ആ ഒരു വ്യക്തിയും ഗോഡുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അവർക്ക് തന്നെ സ്വന്തമായി തീരുമാനിക്കാം, അതാണ് കൺസൈൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതുപോലെ പ്രൊഫസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അതായത് ആ ഒരു മതം പ്രൊപ്പഗേറ്റ് ചെയ്യാം അവർക്ക് മറ്റുള്ള ആൾക്കാരിലേക്ക്. അതുപോലെ തന്നെ അതിലുള്ള പ്രാക്ടീസസ്, റിച്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അതുപോലെ പ്രൊഫസും ചെയ്യാം. ഓക്കെ, ഏത് മതമാണ് ഞാൻ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് സ്വന്തമായി തീരുമാനിക്കാം. അതൊക്കെയാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ്. ഇനി 26 ആണെങ്കിൽ ഒരു ഗ്രൂപ്പിനൊരു റിലീജിയൻ സ്വീകരിക്കാം, അവർക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാം, നല്ല നല്ല കാര്യങ്ങൾ അത് വെച്ച് ചെയ്യാം. അതൊക്കെയാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ഇനി 27 ആണെങ്കിലോ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ്, ഒരു റിലീജിയൻ, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് പേയ്മെൻറ്റിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ആൻഡ് 28 പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും റിലീജിയസ് പരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ റിലീജിയൻ കൊണ്ടുവരുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു റിലീജിയൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. അതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. ഇനി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 32 to 35 ആണ്. 32, 33, 34, 35. ഓക്കെ. 32 എന്ന് പറഞ്ഞാൽ റിട്ടുകളാണ്, നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ റിട്ടുകൾ, 5 റിട്ടുകൾ ആണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 33 എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സിലുള്ള ആൾക്കാരുടെ, ആർമി മെമ്പേഴ്സ് അതുപോലെയൊക്കെയുള്ള ആർമിയിലൊക്കെയുള്ള ഉദ്യോഗസ്ഥരുടെ കർട്ടെയിൽമെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അവർക്ക് എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റും കിട്ടത്തില്ല. അതിനെപ്പറ്റിയാണ് 33 പറയുന്നത്. ഇനി 34 എന്ന് പറയുന്നത് നമ്മളൊരു മാർഷ്യൽ ലാ, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഏരിയയിൽ മാർഷ്യൽ ലാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ് എടുത്ത് കളയണം, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയാണ് 34 പറയുന്നത്. 35 ലാസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റാണ് പറയുന്നത്. പാർലമെൻറ്റിന് എന്ത് ചെയ്യാം, ഫണ്ടമെൻ്റൽ റൈറ്റിൽ അമെൻമെൻറ്റ് കൊണ്ടുവരാം, പക്ഷേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ വരുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ ആൻസർ ഫ്രീഡം ഓഫ് റിലീജിയൻ. Which of the following individuals was awarded the Nobel Peace Prize 2025 for persistent effort in promoting democratic rights in Venezuela and striving for a just and peaceful transition from dictatorship to democracy? നോബൽ പീസ് പ്രൈസ് 2025 കിട്ടിയത് ആർക്കാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ മറിയ കൊറീന മച്ചാഡോ. ഓക്കെ, വെനിസുലക്കാരിയാണ്. അവിടുത്തെ ആൾക്കാരുടെ അവിടുത്തെ ഡിക്റ്റേറ്റർഷിപ്പ് ഡെമോക്രസി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ച ഒരാളാണ് മറിയ കൊറീന മച്ചാഡോ. ഓക്കെ, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രിയൽ ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ വാസ് ഫോംഡ് ഇൻ 1990? 1990 ഫോമായ ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതാണ് ചോദ്യം. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം സിഡ്ബി ആണ്. ഓക്കെ, സിഡ്ബി ആണ് 1990 ഫോം ആയത്. സിഡ്ബി എന്ന് വെച്ചാൽ നമ്മുടെ സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫോം ആവുന്നത്
1948 1948 IFCA ഫോം ആവുന്നത്. ഈ സിഡ്ബി IFCA ഒക്കെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് രണ്ടെണ്ണം. ബട്ട് ഈ IDBI ആൻഡ് ICICA ഒക്കെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. IDBI ഫോം ആവുന്നത് 1964. ഓക്കെ, 1964 IDBI ഫോം ആവുന്നത്. ആൻഡ് ICICA ഫോം ആവുന്നത് നോക്കുകയാണെങ്കിൽ 1955. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ സിഡ്ബി. Which state suffered 30 to 70% below normal rainfall in August 2025, contributing to crop stress and water shortage? 30 മുതൽ 70% വരെ നോർമലി ഉണ്ടാകുന്ന റെയിൻഫാളിൽ നിന്ന് കുറവ് സംഭവിച്ച സ്റ്റേറ്റുകളിൽ ഏതാണ്? അത് കാരണം അവിടുത്തെ ക്രോപ്പുകൾക്ക് അതുപോലെ ക്രോപ്പ് സ്ട്രെസ് ഉണ്ടായി, അതുപോലെ വാട്ടർ ഷോർട്ടേജ് ഉണ്ടായി. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, ലഡാക്ക്, അരുണാചൽ പ്രദേശ്, ബീഹാർ, UP, പഞ്ചാബ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഏരിയാസിലാണ് ഇത്രയും റെയിൻഫാൾ കുറഞ്ഞത്. The concept of sustainable development became popular after which report in 1987? 1987 ഏത് റിപ്പോർട്ടിന് ശേഷമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോപ്പുലർ ആയത്? ഇതിൻ്റെ ഉത്തരവാണ് ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട്. ഓക്കെ, ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് യുനെസ്കോയുടെ യുഎൻ്റെ ഒരു കോൺഫറൻസിൽ കൊണ്ടുവന്നൊരു റിപ്പോർട്ടാണ്. 1987 അത് കൊണ്ടുവരുന്നത്. അതിനകത്താണ് ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഒരു വാക്യം, ആ ഒരു കാര്യം ആദ്യമായിട്ട് ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ടിലാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന്. ഓക്കെ, വൈ വാസ് ദ ഗദ്ദാർ പാർട്ടി റെവല്യൂഷണറി അറ്റംപ്റ്റ് ഡ്യൂറിങ് വേൾഡ് വാർ I ലാർജ്ലി അൺസക്സസ്ഫുൾ? എന്തുകൊണ്ടാണ് ഗദ്ദാർ പാർട്ടി റെവല്യൂഷൻ വേൾഡ് വാർ Iൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് അൺസക്സസ്ഫുൾ ആയി പോയത്, വിജയിക്കാതെ പോയത്? ഓക്കെ, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ഇന്റർനാഷണൽ അലൈസ്, ഇതല്ല. സ്ട്രോങ് ഒപ്പോസിഷൻ ഇൻ ദ ഇന്റർനാഷണൽ കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല. പബ്ലിക് അപ്പതി ടുവേർഡ്സ് ആംഡ് റെവല്യൂഷൻ, ഇതാണ് കറക്റ്റ് ആൻസർ. കാരണം എന്ന് വെച്ചാൽ വേൾഡ് വാർ Iൻ്റെ സമയത്ത് എന്താണ് ആംഡ് ആയിട്ടുള്ള ഒരുപാട് വാർ നടക്കുകയാണ്. അതായത് വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ട് വാർ നടക്കുകയാണ്. സോ ആൾക്കാർക്ക് എന്ത് പറ്റി? ആംഡ് റെവല്യൂഷനോടുള്ള ആ ഒരു ഇത് പോയി, അവർ ഇൻട്രസ്റ്റ് മീൻസ് അവർ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നതും ഒക്കെ കണ്ടിട്ട് അവർക്ക് അതിനുള്ള ആ ഒരു താല്പര്യം പോയത് കൊണ്ടാണ് എന്ത് പറ്റിയത്? ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്ന മൂവ്മെന്റ്, റെവല്യൂഷണറി അറ്റംപ്റ്റ് വിജയിക്കാതെ പോയത്. കാരണം ഗദ്ദാർ പാർട്ടി റെവല്യൂഷണറി അറ്റംപ്റ്റ് നമ്മുടെ കാനഡയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഓക്കെ, കാനഡയിൽ പഞ്ചാബി സിഖ് ഇമിഗ്രൻസ് ഫോം ആക്കിയ ഒരു അസോസിയേഷനാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത് 1913. അതിന് മുന്നേ നമ്മുടെ സ്വദേശി സേവക് ഹോമൊക്കെ വരുന്നുണ്ട്, GD കുമാറിൻ്റെ, അതാണ് വാൻകൂവറിൽ. അതാണ് പിന്നീട് ഗദ്ദാർ പാർട്ടിയൊക്കെയായി മാറുന്നത്. ഓക്കെ, അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ, അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷേഴ്സിന് എതിരായിട്ടുള്ള ഒരു ആംഡ് റെവല്യൂഷനാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഫെയിലായി. അതിന് ഇന്റർസെപ്ഷൻ ബൈ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ആൻഡ് ഇന്റേണൽ ബിട്രയൽ, ഈ ബ്രിട്ടീഷ് ഇന്റലിജൻസ് വരുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് പബ്ലിക് അപ്പതി ടുവേർഡ്സ് ആംഡ് റെവല്യൂഷൻ തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്റലിജൻസും ഈ ഗദ്ദാർ പാർട്ടിയെ വല്ലാതെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ ലാഹോർ കോൺസ്പിറസി ഒക്കെ ഈ ഒരു ഗദ്ദാർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊക്കെ പൊളിക്കുന്നത് ബ്രിട്ടീഷ് ഇന്റലിജൻസിലൂടെയാണ്. ഓക്കെ, ഓൺ 27th August 2025, which index reported that global consumer confidence remained unchanged for the second consecutive month, remaining stable at -0.1 points. ഓക്കെ, അതായത് ഓഗസ്റ്റ് 2025 ഏത് ഇൻഡെക്സിലാണ് നമ്മുടെ ഗ്ലോബൽ കൺസ്യൂമർ കോൺഫിഡൻസ് അൺചേഞ്ച്ഡ് ആയിട്ട് രണ്ടാമത്തെ കോൺസിക്യൂട്ടീവ് അത് അൺചേഞ്ച്ഡ് ആയിട്ട് കിടക്കുന്നത്? ഓക്കെ, അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് -0.1 പോയിന്റിൽ തന്നെയാണ് അത് നിലവിൽ നിൽക്കുന്നത് 2 കോൺസിക്യൂട്ടീവ് മന്തായിട്ട്. അത് നമ്മുടെ ഇപ്സോസ് ഗ്ലോബൽ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സിലാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓൺ കോസ്റ്റ് ലൈൻസ്? കോസ്റ്റൽ ലൈൻസിലെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അതിൻ്റെ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് പ്രൈമർലി എന്താണെന്നാണ്. അതിൻ്റെ ഉത്തരം സ്റ്റോം സർജ് ആണ്. ഓക്കെ, സ്റ്റോം സർജ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഫോം ആവുന്ന നമ്മുടെ വാം ഓഷനിൽ ലോ പ്രഷർ കാരണമാണ് ഇത് ഫോം ആവുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വാം ഓഷനിൽ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സീയിലെ വെള്ളം റാപ്പിഡായിട്ട് റൈസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? പതിയെ ലാൻഡിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ലാൻഡിലേക്ക് ഇത് വരുന്ന സമയത്ത്
ഷാലോ ആയിട്ടുള്ള നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ, ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഷാലോ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ വളരെ പയ്യെ പയ്യെ സ്ലോപ്പ് ചെയ്ത് പോകുന്നതാണ്. എന്നാൽ നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റ് എടുക്കുവാണെങ്കിൽ അബ്രപ്റ്റ് ആണ്, ഇങ്ങനെ നല്ല ആഴമുള്ള കോസ്റ്റലാണ് എവിടെ നമ്മുടെ വെസ്റ്റേൺ സൈഡിൽ. എന്നാൽ ഈസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. സോ ഈ ഷാലോ ആയിട്ടുള്ള കോസ്റ്റ് ലൈൻസിലാണ് ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ സൈക്ലോണിൻ്റെ സെൻട്രലിൽ എന്താണ് ലോ പ്രഷറാണ്, ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സമയത്ത് വെള്ളം, ഈ ഒരു ലോ പ്രഷർ വെള്ളത്തിനെ മേളിലേക്ക് വലിച്ചിട്ട് ഇത് ലാൻഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ലാൻഡിൽ കൊണ്ട് ഇത് ഒറ്റ അടിക്ക് ഇടും. അതിനെയാണ് സ്റ്റോം സർജ് എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് ഇത് ഇടുന്ന സമയത്ത് ഇവിടെയുള്ള എന്താണ് ഇവിടെയുള്ള ബിൽഡിങ്സ്, അതുപോലെ തന്നെ ക്രോപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ സീ വാളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും, ഇത് നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ ഇറോഷൻ, ഭയങ്കരമായിട്ടുള്ള കോസ്റ്റൽ ഇറോഷനും ഈ സ്റ്റോം സർജ് കാരണം ഉണ്ടാവും. അതുകൂടാതെ നമ്മുടെ സാൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ഉണ്ടാവും. ഇവിടെയൊക്കെ നട്ടിരിക്കുന്ന ക്രോപ്പുകളിലൊക്കെ സാൾട്ട് വാട്ടർ വന്നിട്ട് ക്രോപ്പുകൾ നശിച്ചു പോകും. അതുപോലെ ഡെബ്രിസ്, ഈ സൈക്ലോൺ ഇവിടെ വന്നതിന് ശേഷം അടിച്ചിട്ട് വലിയ വലിയ മരങ്ങളും കാറുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കാൻ പറ്റുന്ന ലെവലിലുള്ള സൈക്ലോണുകളാണ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം അത് തറയിലേക്ക് ഇട്ട് അങ്ങനെ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വീടുകൾക്കും ഒക്കെ തകരാറ് വരും. അപ്പം ഇത് വെള്ളത്തിൽ വാം ഓഷൻ ആയതുകൊണ്ടും അവിടെ ലോ പ്രഷർ ഉള്ളത് കൊണ്ടുമാണ് വെള്ളത്തിൽ ഇത് സർവൈവ് ചെയ്യുന്നത്. എന്നാൽ ഈ ട്രോപ്പിക്കൽ സൈക്ലോണിങ് ലാൻഡിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് പൊതുവേ എന്താണ് വെള്ളത്തിനെക്കാട്ടിയും കോൾഡ് ആയിരിക്കും ആ ഒരു ടൈമിൽ. അപ്പോൾ ലോ പ്രഷർ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പയ്യെ പയ്യെ ഇത് സൈക്ലോണിൻ്റെ എനർജി ലോസ് ആവും. അതുപോലെ ലാൻഡിൽ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം പയ്യെ എനർജി ലോസായി ഇതങ്ങ് സൈക്ലോൺ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റോം സർജാണ്. വെള്ളം ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് അടിക്കുന്നതാണ് പ്രിൻസിപ്പൽ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, വൈ ഡു ലാർജ് സിറ്റീസ് ടെൻ ടു ഹാവ് എ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ടെർഷറി ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ? എന്തുകൊണ്ടാണ് ലാർജ് സിറ്റികളിൽ ടെർഷറി ആക്ടിവിറ്റി കൂടുതൽ ഇന്ത്യയിൽ? ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രൈമറി റിസോഴ്സസ്. ടെർഷറി ആക്ടിവിറ്റി ചോദിക്കുമ്പോൾ എന്തായാലും പ്രൈമറി റിസോഴ്സ് വരത്തില്ലല്ലോ. പ്രൈമറി റിസോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ റോ മെറ്റീരിയൽസ് ആണ്, നേച്ചറുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളത്. അതെപ്പോഴും പ്രൈമറി ആക്ടിവിറ്റിയിലേ വരത്തുള്ളൂ. ബിക്കോസ് ഓഫ് ഫെർട്ടൈൽ ലാൻഡ് എന്ന് വെച്ചാൽ അഗൈൻ അഗ്രികൾച്ചറാണ്, ഡയറക്റ്റ് കോൺടാക്ട് നേച്ചറാണ്. സോ ഇതും പ്രൈമറിയാണ്. ഡ്യൂ ടു അഗ്ലോമറേഷൻ ആൻഡ് സർവീസസ് ഡിമാൻഡ്. യെസ്, ഇതാണ് ഇതിൻ്റെ ആൻസർ. ബിക്കോസ് ഓഫ് മൈനിങ് ഓപ്പറേഷൻ, ഇതും പ്രൈമറിയിൽ വരും. സോ ഇതുമല്ല. ഡ്യൂ ടു അഗ്ലോമറേഷൻ ആൻഡ് സർവീസസ് ഡിമാൻഡ്, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിയിൽ പല പല കാര്യങ്ങളുണ്ട്. അതായത് ഹോസ്പിറ്റൽസ് കാണും, അതുപോലെ എന്താണ് IT സെക്ടേഴ്സ്, ടെക്നോ പാർക്കുകൾ, അതുപോലെ പല പല കാര്യങ്ങളുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഹോസ്പിറ്റൽസിനാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ വേണം, മരുന്നുകൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് അത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ ഓരോന്നിനും ഓരോ സർവീസുകളും പ്രൊഡക്റ്റുകളും ഒക്കെ ആവശ്യമാണ്. സോ അതുകൊണ്ട് അവിടെ ഒരു അഗ്ലോമറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളുടെ അഗ്ലോമറേഷൻ എല്ലാം കൂടെ കൂടിച്ചേർന്നിരിക്കുന്നു. സോ അവിടെ സർവീസുകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ടെർഷറി ആക്ടിവിറ്റി ലാർജ് സിറ്റികളിൽ ഭയങ്കരമായിട്ട് കൂടുതൽ. വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഓപ്പറേഷൻ ട്വിസ്റ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓപ്പറേഷൻ ട്വിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് കറക്റ്റ്? ഓപ്പറേഷൻ ട്വിസ്റ്റ് ഈസ് എ മോണിറ്ററി പോളിസി ഓഫ് ദ സെൻട്രൽ ബാങ്ക്സ് യൂസ് ടു ബ്രിങ് ഡൗൺ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് കൺട്രോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ എ കൺട്രി. കറക്റ്റാണ്. അതായത് ഓപ്പറേഷൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു മോണിറ്ററി പോളിസിയാണ്. ഇതിലൂടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ താഴേക്ക് കൊണ്ടുവരും, നമ്മുടെ കൺട്രിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അണ്ടർ ദിസ് ഓപ്പറേഷൻ ദ RBI ട്വിസ്റ്റഡ് ദ yield ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ടു ബ്രിങ് ലിക്വിഡിറ്റി ഇൻ ടു ദ മാർക്കറ്റ്. RBI എന്ത് ചെയ്യും? ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ yield ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റുകളിൽ കൂടുതലായിട്ട് കാഷിൻ്റെ ഫ്ലോ കൂട്ടും, ലിക്വിഡിറ്റി കൂട്ടും. ഇതും കറക്റ്റാണ്. ദിസ് ഈസ് ഡൺ ബൈ സൈമിൾട്ടേനിയസ്ലി ബൈങ് ആൻഡ് സെല്ലിങ് സെക്യൂരിറ്റീസ് ബോത്ത് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ത്രൂ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അതും കറക്റ്റാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, അതുപോലെ ലിക്വിഡിറ്റി കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെയാണ്. അതിലൂടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസുകളിലെ എന്ത് ചെയ്യും? സൈമിൾട്ടേനിയസ്ലി ബൈയും സെല്ലും ചെയ്യും. അങ്ങനെയാണ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഈൽഡ് എന്ത് ചെയ്യുന്നത്? ട്വിസ്റ്റ് ചെയ്യുന്നത്. അതിലൂടെ മാർക്കറ്റിലെ ലിക്വിഡിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലിക്വിഡിറ്റി കൂട്ടുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഗ്രാജുവലി കുറയ്ക്കും. കാരണം കൂടുതൽ കാശ് എക്കണോമിയിൽ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യത്തില്ല? ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്തല്ലേ ആൾക്കാർ ലോണൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിലൂടെ. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ 1, 2 and 3.
Who among the following is famous for composing kritis known for their contemplative nature and emphasis on capturing the essence of the raga through a slow, richly ornamented style? അതായത് വളരെ സ്ലോ ആയിട്ടും നേച്ചറുമായിട്ട് ഭയങ്കര എന്താണ്, നേച്ചറല്ല, നമ്മുടെ രാഗവുമായിട്ട് ആ ഒരു ഈ കോമ്പോസിഷൻസിൻ്റെ പ്രത്യേകത വെച്ചാൽ രാഗത്തിൻ്റെ എഫക്റ്റ് എസൻസ് അതേപോലെ തന്നെ നിർത്തിക്കൊണ്ടുള്ള സ്ലോ ആയിട്ടുള്ള കോമ്പോസിഷൻസ് ആണ്. അങ്ങനെ ആ ഒരു കോണ്ടംപ്ലേറ്റീവ് നേച്ചറിൽ കൃതികൾ കമ്പോസ് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള വ്യക്തി ഇതിൽ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, രാമാനുജ ശ്രീനിവാസനി, ത്യാഗരാജ അയ്യങ്കാർ, കുമാരസ്വാമി കുട്ടി, മുത്തുസ്വാമി ദീക്ഷിതർ. ഇതിൻ്റെ ആൻസർ മുത്തുസ്വാമി ദീക്ഷിതറാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 1775 to 1835 ജീവിച്ചിരുന്ന ഒരു ലെജൻഡറി സൗത്ത് ഇന്ത്യൻ കമ്പോസറാണ്, പോയറ്റൊക്കെയാണ്. അദ്ദേഹം കർണാട്ടിക് മ്യൂസിക്കിലാണ്, പ്രധാനമായിട്ടും കർണാട്ടിക് മ്യൂസിക്കാണ് ഇദ്ദേഹം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ട്രിനിറ്റി ഓഫ് കർണാട്ടിക് മ്യൂസിക്കിലെ ഒരാളാണ്. 3 പേരുണ്ട്. ഓക്കെ, ട്രിനിറ്റി. ഒന്ന് മുത്തുസ്വാമി ദീക്ഷിതർ, മറ്റത് സെയിൻറ്റ് ത്യാഗരാജ ആൻഡ് പിന്നെ ശ്യാമശാസ്ത്രി. ഇവർ 3 പേരാണ് ട്രിനിറ്റി ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്നറിയപ്പെടുന്നത്. അപ്പം ഇതിൽ ഇദ്ദേഹം സാൻസ്ക്രിറ്റിലാണ് പ്രധാനമായിട്ടും കമ്പോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ മുദ്രയാണ് ഗുരുഗുഹ. ഓക്കെ, ഗുരുഗുഹ. അതുപോലെ തന്നെ ഹംസധ്വനി രാഗം കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ്, മുത്തുസ്വാമി ദീക്ഷിതറാണ്. അതുപോലെ വയലിൻ കർണാട്ടിക് മ്യൂസിക്കിൽ പോപ്പുലറൈസ് ചെയ്യാൻ കാരണമായതും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, ഇനി രാമാനുജനി ശ്രീനിവാസനെ പറ്റി നോക്കുവാണെങ്കിൽ ഇദ്ദേഹം ഒരു കർണാട്ടിക് മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് തിരുവനന്തപുരത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പ്രിൻസിപ്പളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, അതുപോലെ മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്. കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. മദ്രാസ് മ്യൂസിക്കൽ അക്കാഡമിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ആൻഡ് ത്യാഗരാജ അല്ല, നമ്മുടെ ട്രിനിറ്റിയിലുള്ള ത്യാഗരാജ സെയിൻറ്റ് ത്യാഗരാജയാണ്, ത്യാഗരാജ അയ്യങ്കാറല്ല. അതുപോലെ കുമാരസ്വാമി കുട്ടി, ഇവരൊക്കെ പൊളിറ്റിക്കലുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല. ഓക്കെ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് പുനെറ്റ് സ്ക്വയർ ഇൻ ജെനറ്റിക്സ്? പുനെറ്റ് സ്ക്വയർ എന്തിനാണ് ജെനറ്റിക്സിൽ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ F2 ജനറേഷൻ ചെയ്യാൻ നേരത്ത് ഞാനത് വരച്ചിട്ടില്ലായിരുന്നു, പക്ഷേ F2 ജനറേഷൻ ചെയ്യാൻ സമയത്ത് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കും. അതിനെയാണ് നമ്മൾ പുനെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ടി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, ആൻഡ് ടി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഗ്യാമേറ്റ് എടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ, ഇത്രയും വലിയ സ്ക്വയറിൻ്റെ ആവശ്യമില്ല, ഇതിനകത്ത് ഡൈ ഹൈബ്രിഡ് ക്രോസിലാണ് ഇത്രയും വലിയ സ്ക്വയറൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ടി എന്ന് പറയുന്നൊരു ഗ്യാമേറ്റ് ഇവിടെ വയ്ക്കും, അടുത്ത ടി ഇവിടെ വയ്ക്കും, ആൻഡ് ഇവിടെ ഒരു ടി വയ്ക്കും, ഇവിടെയും വയ്ക്കും. പാരൻറ്റിനെ ഇങ്ങനെ വയ്ക്കും, പാരൻറ്റ് ഗ്യാമേറ്റിനെ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കും. എന്നിട്ട് ഈ ടിയും ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഓഫ്സ്പ്രിങ് ഉണ്ടാവും. ഈ ടിയും ചേർന്നാൽ ഇങ്ങനെ, അതുപോലെ ഈ ടിയും. ഓക്കെ, ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ടോളാണ്, ആൻഡ് ഇത് ഡോർഫാണെന്ന് നമ്മൾ കണ്ടെത്തും. ആൻഡ് ഇതിൻ്റെ ജീനോടൈപ്പ് എടുക്കുവാണെങ്കിൽ 1:2:1 ആണ്. ആൻഡ് ഫീനോടൈപ്പ് എടുക്കുവാണെങ്കിൽ 3:1 ആണ്. കാരണം ഇത് 3 ടോള്, ഇത് മാത്രം ഡോർഫ്, അതാണ് ഫീനോടൈപ്പ്. 1:2:1 വെച്ചാൽ ക്യാപിറ്റൽ ടി ഉള്ള ഒരു ജീന്, അതുപോലെ ഒരു ഓഫ്സ്പ്രിങ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള 2 ഓഫ്സ്പ്രിങ്, ആൻഡ് സ്മോൾ ടി ഉള്ള ഒരു ഓഫ്സ്പ്രിങ്. അങ്ങനെ നമ്മൾ ജീനോടൈപ്പും ചെയ്യും. അപ്പോൾ ഇതിൽ ഈ ഒരു സ്ക്വയർ ഇങ്ങനെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സ്ക്വയറിനെയാണ് നമ്മൾ പുനെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിറ്റർമിൻ ദ ഫീനോടൈപ്പ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അല്ല, പ്രെഡിക്റ്റിംഗ് ദ ഔട്ട്കംസ് ഓഫ് ജെനറ്റിക് ക്രോസ്. യെസ്, നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലുള്ള ജെനറ്റിക് ക്രോസിൻ്റെ ഔട്ട്കംസ് ഈ പുനെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യണം. ഐഡൻറ്റിഫൈങ് ദ ലൊക്കേഷൻ ഓഫ് ജീൻ ഓൺ എ ക്രോമസോം എന്നല്ല, അനലൈസിങ് DNA റെപ്ലിക്കേഷൻ ആയിട്ടൊന്നും യാതൊരു ബന്ധമല്ല. പ്രെഡിക്റ്റിംഗ് ദ ഔട്ട്കംസ് ഓഫ് ജെനറ്റിക് ക്രോസ് ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, സോ അതാണ് പുനെറ്റ് സ്ക്വയർ. ഇത് കണ്ടെത്തുന്ന റെയ്നാൾഡ് പുനെറ്റ് ആണ്. ഓക്കെ, ഇതിലൂടെയാണ് നമ്മൾ മെൻ്റൽസ് ഇൻഹെറിറ്റൻസ് ഒക്കെ പഠിക്കാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പുനെറ്റ് സ്ക്വയർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൺസൂൺ സിസ്റ്റംസ് ഈസ് ഓൾസോ നോൺ ആസ് റിട്രീറ്റിംഗ് മൺസൂൺ? ഓക്കെ, നമ്മൾ മൺസൂൺ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും അതുപോലെ അറേബ്യൻ സീ ബ്രാഞ്ചായിട്ടൊക്കെ തിരിഞ്ഞു പോകും. അതിന് അത് ജൂണിൽ തുടങ്ങി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ കഴിയും.
ദെൻ ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിൽ റിട്രീറ്റിംഗ് മൺസൂൺ വരും. നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ബേ ഓഫ് ബംഗാളിൽ നിന്ന് വാട്ടർ എടുത്തുകൊണ്ട് നമ്മുടെ കോറമണ്ടൽ കോസ്റ്റിൽ മഴയൊക്കെ പെയ്പ്പിക്കും എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. സോ അതെന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ നിന്നല്ലേ അത് വരുന്നത്. അപ്പോൾ അതേതാണ്, നോർത്ത് ഈസ്റ്റ് മൺസൂണാണ്. ഓക്കെ, നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് ആ ഒരു മൺസൂൺ വരുന്നത്. സോ അതിനെയാണ് നമ്മൾ റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് സോളാർ പാർക്ക് ഇൻ ഇന്ത്യ ആസ് ഓഫ് 2025 പ്രകാരം ലാർജസ്റ്റ് സോളാർ പാർക്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബദ്ല സോളാർ പാർക്ക് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ ജോധ്പൂരിലുള്ള ബദ്ല സോളാർ പാർക്കാണ്. ഇത് 2245 മെഗാവാട്ട് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ, ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്കാണ് ബദ്ല സോളാർ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 14,000 ഏക്കറിലാണിത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അത്രയും വലിയൊരു സോളാർ പാർക്കാണ്. ഇനി റേവ സോളാർ പാർക്ക് ഓരോന്നായിട്ട്. റേവ സോളാർ പാർക്ക് എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ റേവ ഡിസ്ട്രിക്റ്റിലാണ് കിടക്കുന്നത്. നമ്മുടെ ഡൽഹി മെട്രോയ്ക്കൊക്കെ പവർ സപ്ലൈ ചെയ്യുന്ന ഈ ഒരു റേവ സോളാർ പാർക്കാണ്. അതുപോലെ കുർണൂൾ അൾട്രാ മെഗാ സോളാർ പാർക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ കുർണൂൾ ഡിസ്ട്രിക്റ്റിലാണ് കിടക്കുന്നത്. അതുപോലെ പവഗാഡ സോളാർ പാർക്ക് എവിടെയാണ്, നമ്മുടെ കർണാടകയിലെ തുംകൂർ ഡിസ്ട്രിക്റ്റിലാണ് കിടക്കുന്നത്. ഇത് 13,000 ഏക്കറാണ്. ബദ്ലയാണെങ്കിൽ 14,000 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പവഗാഡ സോളാർ പാർക്ക് 13,000 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മജ്നു ഷാ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റബലിയൻ? മജ്നു ഷാ ഇതിൽ ഏത് റബലിയനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം മജ്നു ഷാ, ഭവാനി പതക്, ദേബി ചൗധരണി, ഇതൊക്കെ ഫക്കീർ സന്യാസി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഫക്കീർ സന്യാസി റബലിയൻ്റെ ലീഡേഴ്സാണ് മജ്നു ഷാ, ഭവാനി പതക്, ദേബി ചൗധരണിയൊക്കെ. 1770 ടൈമിലാണ് ഫക്കീർ സന്യാസി റബലിയൻ നടക്കുന്നത്. 1820 വരെയൊക്കെ ഉണ്ടായിരുന്നു. ബംഗാളിലാണ് നടക്കുന്നത്. ഒരു റിലീജിയസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ്. ബ്രിട്ടീഷേഴ്സിൻ്റെ എന്താണ് അവരുടെ കൊള്ളരുതായ്മ സഹിക്കാൻ വയ്യാതെ വന്നൊരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തടയാൻ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു മൂവ്മെൻറ്റാണ് ഫക്കീർ സന്യാസി റബലിയൻ എന്ന് പറയുന്നത്. അതുപോലെ സന്താൾ റബലിയൻ 1855 1856 സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീഡേഴ്സാണ് സിദ്ധു മുർമു, കൻഹു മുർമു, അതുപോലെ ചന്ദ് മുർമു, ഭൈരവ് മുർമു വരുന്നവരൊക്കെ സന്താൾ റബലിയാണ് മെയിനായിട്ട്. സമീന്ദാരി സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ജാർഖണ്ഡിൽ നടന്നൊരു ട്രൈബൽ മൂവ്മെൻ്റ് ആണ്. രാജ്മഹൽ ഹിൽസിലായിട്ടൊക്കെയാണ് ഇത് നടന്നിട്ടുണ്ടാകുന്നത്. അതുപോലെ ഇതിൽ നമ്മൾ ദിഗൂസ് ഒക്കെ പഠിച്ചു. ദിഗൂസ് അതായത് ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ലാൻഡ് ലോഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള ഒരു മൂവ്മെൻ്റ് ആണ് സന്താൾ റബലിയൻ. ഇനി കോൾ റബലിയൻ ആണെങ്കിൽ 1831-32 ടൈമിലാണ് ഇൻഡിഗോ റിവോൾട്ട്, കോൾ റബലിയൻ ആണ് 1831-32 ടൈമിലാണ് കോൾ റബലിയൻ നടക്കുന്നത്. ഛത്തീസ്ഗഡിലാണ് നടക്കുന്നത്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആ ഒരു റീജിയനിലാണ്. കോൾ എന്ന് പറയുന്ന ട്രൈബിലുള്ള ആൾക്കാരാണ് ഇത് നടത്തുന്നത്. ലീഡേഴ്സാണ്. ഇതും എഗെയിൻ എന്താണ്, സന്താൾ റബലിയൻ പോലെ ദിഗൂസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു റബലിയനാണ് കോൾ റബലിയൻ. ബുദ്ധു ഭഗത്ത്, അതുപോലെ ജോവാ ഭഗത്ത്, മദാര മഹാത്തോ ഒക്കെയാണ് മെയിനായിട്ടും. ബുദ്ധു ഭഗത്തിനെ ഓർത്ത് വയ്ക്കുക, കോൾ റബലിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻഡിഗോ റിവോൾട്ട് 1859 ടൈമിൽ നടക്കുന്നത്. 1859 ആൻഡ് 1860 ആ ഒരു ടൈമിലാണ് ഇൻഡിഗോ റിവോൾട്ട് നടക്കുന്നത്. വിഷ്ണു ബിശ്വാസും അതുപോലെ ദിഗംബർ ബിശ്വാസും ഒക്കെയാണ് ലീഡർ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്തു, ഇവിടെയുള്ള ബംഗാളിലാണ് നടക്കുന്നത്. ബംഗാളിലുള്ള പെസൻസിനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവർക്ക് ഫുഡ് ക്രോപ്സ് ഒന്നും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാതായപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടന്നതാണ് ഇൻഡിഗോ റിവോൾട്ട്. ഇതിൻ്റെ തീം എടുത്തിട്ടാണ് നമ്മുടെ ദീൻബന്ധു മിത്ര നീൽ ദർപ്പൺ എന്നൊക്കെ പറയുന്നൊരു ബുക്കൊക്കെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ അത്രയാണ് അതിലുള്ളത്. ഓൺ ദ ഈവ് ഓഫ് 79th Independence Day in 2025, the Indian government unveiled which AI-powered tool to automatically generate structured minutes of meetings from Gram Sabha or other പഞ്ചായത്ത് മീറ്റിംഗ്സ്, ഓഡിയോ ഓർ വീഡിയോ റെക്കോർഡിങ്സ്. അതായത് നമ്മുടെ ഗ്രാമസഭയിലും അതുപോലെ പഞ്ചായത്ത് മീറ്റിങ്ങിലൊക്കെ നടക്കുന്ന മിനിറ്റ് നമ്മൾ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അത് AI പവേർഡ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം. ആ ഒരു എയർ പവേർഡ് ടൂൾ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം സബാസാറാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, സബാസാർ ടൂൾ യൂസ് ചെയ്താണ് ഈ ഒരു മിനിറ്റ്സ് ഓഡിയോയും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ദ ഹാരപ്പൻ സിവിലൈസേഷൻ പ്രൈമർലി സോഴ്സ്ഡ് ഇറ്റ്സ് കോപ്പർ ഫ്രം വിച്ച് റീജിയൻ? കോപ്പർ ഹാരപ്പൻ സിവിലൈസേഷൻ എടുത്തിരുന്നത്
രാജസ്ഥാനിൽ നിന്ന്. ഓക്കെ, രാജസ്ഥാനിലെ K3 മൈൻസ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. രാജസ്ഥാനിലെ K3 മൈൻസ് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഹാരപ്പൻ സിവിലൈസേഷൻ കോപ്പർ എടുത്തത്. അതുപോലെ തന്നെ ഒമാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹു വാസ് അവാർഡ് ദ പ്ലെയർ ഓഫ് ദ മാച്ച് ഇൻ ദ ICC വുമൺസ് ODI വേൾഡ് കപ്പ് ഫൈനൽ 2025? ആൻസർ ഷെഫാലി വർമ്മ. ഷെഫാലി വർമ്മ ആയിരുന്നു ICC വുമൺസ് ODI വേൾഡ് കപ്പ് ഫൈനൽ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച്. ആൻഡ് ദീപ്തി ശർമ്മ ആരായിരുന്നു, പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആണ്. ICC വുമൺസ് ODI വേൾഡ് കപ്പ് 2025 പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ദീപ്തി ശർമ്മ. വിച്ച് കൺട്രി ലെഡ് ദ തലിസ്മാൻ സാബ്രെ 2025 മിലിറ്ററി എക്സസൈസ് ഇൻ വിച്ച് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്ത തലിസ്മാൻ സാബ്രെ 2025 മിലിറ്ററി എക്സസൈസ് ലീഡ് ചെയ്തത് ഓസ്ട്രേലിയ. ഓക്കെ, ഓസ്ട്രേലിയയാണ് ഇതിൻ്റെ ആൻസർ. സെലക്ട് ദ ഇൻകറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ദ ബുക്സ് ആൻഡ് ദ റെസ്പെക്റ്റീവ് ഓതേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. പൃഥ്വിരാജ് റാസോ, ചന്ദ് ബർദായ്. കറക്റ്റാണ്. പൃഥ്വിരാജ് റാസോ കറക്റ്റാണ്. ചന്ദ് ബർദായാണ് പൃഥ്വിരാജ് റാസോ എഴുതിയത്. തുഗ്ലക് നാമ എഴുതിയത് അബുൽ ഫസലാണോ? തുഗ്ലക് നാമ എഴുതിയ ആരാണ്? അമീർ ഖുസ്രു ആണ് തുഗ്ലക് നാമ എഴുതുന്നത്. ഓക്കെ, അതുപോലെ അബുൽ ഫസൽ എഴുതിയ ബുക്കുകൾ ഏതൊക്കെയാണ്? അക്ബർ നാമയും ഐൻ-ഐ അക്ബറി. ഓക്കെ, അക്ബറുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളാണ് അബുൽ ഫസൽ എഴുതിയിട്ടുള്ളത്. അക്ബർ നാമയും ഐൻ-ഐ അക്ബറി. കാരണം അക്ബറിൻ്റെ കോർട്ടിൽ പോയിട്ടായിരുന്നു അബുൽ ഫസലും അബുൽ ഫൈസിയൊക്കെ. തുഗ്ലക് നാമ എഴുതുന്നത് ആരാണ്? തുഗ്ലക്കിൻ്റെയും അതുപോലെ ഖൽജിയുടെയൊക്കെ കോർട്ടിൽ പോയിട്ടായിട്ടുണ്ടായിരുന്ന അമീർ ഖുസ്രു. ഗീതാ ഗോവിന്ദ് എഴുതിയത് ജയദേവ് ഗോസ്വാമി തന്നെയാണ്. ബാബർ നാമ എഴുതിയത് ബാബർ തന്നെയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ തുഗ്ലക് നാമ. ദ പവർ ടു ഇഷ്യൂ റിട്സ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് വെസ്റ്റഡ് ഇൻ. റിട്ടുകൾ ആർക്കൊക്കെയാണ് എന്താണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്? ലോക അദാലത്ത് ഹൈക്കോർട്ടിന് പറ്റും. ഹൈക്കോർട്ടിന് പറ്റും, പക്ഷേ ലോക അദാലത്തിന് പറ്റില്ല. ഡിസ്ട്രിക്ട് കോർട്ടിന് പറ്റൂല, സെഷൻസ് കോർട്ടിന് പറ്റൂല. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടിനുമാണ് പറ്റുന്നത്. ഓക്കെ, സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 32 പറയുന്നുണ്ട്. ഹൈക്കോർട്ടാണെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ 226 പറയുന്നുണ്ട്. ദ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ? പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന ലോഞ്ച് ചെയ്ത ഇയറാണ് 2020. വാട്ട് ഈസ് ദ പ്രൈമറി മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ 8th century CE കൈലാസനാഥ ടെമ്പിൾ അറ്റ് കാഞ്ചീപുരം? കൈലാസനാഥ ടെമ്പിൾ, കാഞ്ചീപുരത്തുള്ള കൈലാസനാഥ ടെമ്പിളിൽ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഓക്കെ, ഇതിൻ്റെ ആൻസറാണ് സാൻഡ്സ്റ്റോൺ. സാൻഡ്സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് കൈലാസനാഥ ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൈലാസനാഥ ടെമ്പിളിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ പല്ലവ കിങ് ആയിട്ടുള്ള നരസിംഹവർമ്മൻ സെക്കൻഡ് അഥവാ രാജസിംഹയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. കൈലാസനാഥ ടെമ്പിൾ 8ാം നൂറ്റാണ്ടിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടെമ്പിൾ ആദ്യം അറിയപ്പെട്ടിരുന്നത് രാജസിംഹ പല്ലവേശ്വരം എന്നാണ്. ഓക്കെ, രാജസിംഹ പല്ലവേശ്വരം. പിന്നീടാണ് കൈലാസനാഥ ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. ദ്രാവിഡിയൻ, സൗത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ദ്രാവിഡിയൻ ആർക്കിടെക്ചറാണ്. സാൻഡ്സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 58 സ്മോൾ ഷ്രൈൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഈ ഒരു കൈലാസനാഥ ടെമ്പിളിനെ ഇൻസ്പയർ ആയാണ് പിന്നീട് വിരുപക്ഷ ടെമ്പിളും അതുപോലെ കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ഈ ഒരു കൈലാസനാഥ ടെമ്പിളിൻ്റെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഉണ്ടാക്കിയത് നരസിംഹവർമ്മൻ സെക്കൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് എനേബിൾ ദ കൾട്ടിവേഷൻ ഓഫ് ഹെവിയർ വെറ്റർ സോയിൽസ് ഇൻ ദ ഏർലി അയൺ ഏജ്? ഏർലി അയൺ ഏജ് സമയത്ത് ഹെവിയറും വെറ്ററും ആയിട്ടുള്ള സോയിലൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഇതിലേതാണ്? സ്റ്റോൺ മൈക്രോലിത്സ് ആൻഡ് സ്ക്രേപ്പേഴ്സ്. ഒരിക്കലുമില്ല. മൈക്രോലിത്തുകൾ എപ്പോഴായിരുന്നു? മൈക്രോലിത്തിക് ഏജിലായിരുന്നു. ഓക്കെ, അതുപോലെ കോപ്പർ സിക്കിൾസ് ആൻഡ് നൈഫ്സ്, ഇത് ചാൽക്കോലിത്തിക് ഏജിലാണല്ലോ കോപ്പർ. സോ ഇതല്ല. ബ്രോൺസ് ചിസിൽസ് ആൻഡ് സ്പെയ്ഡ്സ്. ചിസിൽസും സ്പെയ്ഡ്സ് യൂസ് ചെയ്ത് നമുക്ക് വെറ്ററും ഹെവിയർ സോയിൽ കൾട്ടിവേറ്റ് ചെയ്യത്തില്ലല്ലോ. ഇതിൻ്റെ ഉത്തരം അയൺ പ്ലോഷേഴ്സ് ആൻഡ് ആക്സസ് തന്നെയാണ്. കാരണം അയൺ ഏജ് ആണ്. അയൺ ഏജ് സമയത്ത് നമ്മൾ അയൺ പ്ലോഷേഴ്സ് കലപ്പ ഉണ്ടാക്കിയിരുന്നു, ആക്സസ് ഉണ്ടാക്കിയിരുന്നു. അത് യൂസ് ചെയ്ത് നമ്മൾ ബെറ്റർ ഹെവിയർ ആയിട്ടുള്ള സോയിൽ ഉഴുതു മറിച്ചാണ് എന്ത് ചെയ്തിരുന്നത്? കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ഫോക്ക് സോങ് വിത്ത് ദെയർ ഒറിജിൻ സ്റ്റേറ്റ്സ്. ഓക്കെ, ഈ ഫോക്ക് സോങ്സ് ഒറിജിൻ സ്റ്റേറ്റുമായിട്ട് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പനിഹാരി. പനിഹാരി എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഫോക്ക് സോങ് ആണ്. ഇനി കോങ്ജോങ് പർബ. പർബ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ നംച ബർബ, നമ്മുടെ ഹിമാലയ മടങ്ങി വരുന്ന ആ ഒരു നംച ബർബ ആലോചിക്കുക. നംച ബർബ എവിടെയാണ്? നോർത്ത് ഈസ്റ്റ് അരുണാചൽ പ്രദേശ് റീജിയനിലാണ്. സോ ഇത് നോർത്ത് ഈസ്റ്റിലാണ്, മണിപ്പൂരിൽ. ഓക്കെ, മണിപ്പൂരിലാണ് നംച ബർബ, കോങ്ജോങ് പർബ. ഇനി മനാവൻ എവിടെയാണ്? ജമ്മു കാശ്മീർ. മനാവൻ ജമ്മു കാശ്മീർ ആൻഡ് ബൗൾ വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, സോ ദ 1B
2D 3C 4A. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. ബോയിൽസ് ലാ ഡിസ്ക്രൈബ്സ് എ റിലേഷൻ ബിറ്റ്വീൻ. ബോയിൽസ് ലാ ഇതിൽ ഏത് റിലേഷനാണ് പറയുന്നത്? ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എനർജി ആൻഡ് വോളിയം അല്ല, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ബോയിൽസ് ലാ എടുക്കുവാണെങ്കിൽ വോളിയം ആൻഡ് ടെമ്പറേച്ചർ അല്ല, വോളിയം ആൻഡ് പ്രഷറാണ്. ഓക്കെ, ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബോയിൽസ് ലാ, ഈ ബോയിൽസ് ലാ, അതുപോലെ ചാൾസ് ലാ, ഗേ-ലൂസാക്സ് ലാ ആൻഡ് അവഗാഡ്രോസ് ലാ, ഈ 4 ലോകളും ഫണ്ടമെൻ്റൽ ഗ്യാസ് ലോകളാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ബോയിൽസ് ലാ എന്ന് പറയുന്നത് പ്രഷർ വോളിയം റിലേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഓക്കെ, വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷറാണ് എന്ത് പറയുന്നത്, നമ്മുടെ ബോയിൽസ് ലോ പറയുന്നത്. P1 V1 ഈക്വൽ ടു P2 V2, അതേതാണ്? ബോയിൽസ് ലോ ആണ്. P1 V1 ഈക്വൽ ടു P2 V2. ഇനി ചോൾസ് ലോ പറയുന്ന വോളിയം ടെമ്പറേച്ചറും, ബി ഓപ്ഷൻ എന്ന് പറയുന്നത് ചോൾസ് ലോ ആണ്. ചോൾസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്. ഓക്കെ, വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ് ചോൾസ് ലോ പറയുന്നത്. ബോയിൽസ് ലോ ഇതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം, നമ്പർ ഓഫ് മോൾസും, ഇതിലെല്ലാത്തിലും പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് പറയാൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഇതാലോചിച്ചാൽ മതി. നമ്മളൊരു ബലൂൺ വീർപ്പിച്ചിട്ട് നമ്മളതൊരു വാം ആയിട്ടുള്ള റൂമിൽ വെക്കുകയാണെങ്കിൽ ആ ബലൂൺ എക്സ്പാൻഡ് ചെയ്യും. പകരം ഒരു ഫ്രീസറിൽ നമ്മൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഷ്രിങ്ക് ചെയ്യും. കാരണം എന്താണ്? അതിൻ്റെ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. ബോയിൽസ് ലോയിലാണെങ്കിൽ വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, അല്ലെങ്കിൽ വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. ഇനി ഗേ-ലൂസാക്സ് ലോ എടുക്കുകയാണെങ്കിൽ അത് പ്രഷർ ടെമ്പറേച്ചർ റിലേഷനാണ് പറയുന്നത്. ഓക്കെ, അത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ, ഇതാണ് ഗേ-ലൂസാക്സ് ലോ പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് പാർട്ടിക്കിൾസ്, നമ്മളൊരു കണ്ടെയ്നറിനകത്ത് ഇരിക്കുന്ന ഗ്യാസ് പാർട്ടിക്കിൾസ് നോക്കുക. അതെന്ത് ചെയ്യും? മൂവ് ചെയ്യും. ആ പാർട്ടിക്കിളുകൾ മൂവ് ചെയ്യും, അതിൻ്റെ വാളുമായിട്ട്, കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് കൊളൈഡൊക്കെ ചെയ്യും ഫോഴ്സ്ഫുള്ളി. അപ്പോൾ നമ്മളിതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ആ ഒരു മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടും. കാരണം പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടും. അഥവാ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നതിനാണ് പ്രഷർ കൂടുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതുകൊണ്ടാണ് എയറോസോൾ ക്യാനുകളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം എയറോസോൾ ക്യാനിൽ ഒരു കോൺസ്റ്റന്റ് വോളിയത്തിനകത്താണ് എയറോസോൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതിനകത്ത് നമ്മൾ ടെമ്പറേച്ചർ തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഗ്യാസ് പാർട്ടിക്കിളുകൾ കിടന്ന് ഭയങ്കരമായിട്ട് സ്പീഡ് കൂടി മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഇതിനകത്ത് ടെമ്പറേച്ചർ ബിൽഡാവും. ഇതിൻ്റെ അകത്ത് പ്രൊപ്പല്ലൻറ്റുകളായിട്ടുള്ള ബ്യൂട്ടൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എയറോസോൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഹൈലി ഫ്ലെയിമബിൾ ആണ്, അങ്ങനെ ഇത് കത്തി പൊട്ടിത്തെറിക്കും. അതാണ് ഇതിനകത്തുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി അവഗാഡ്രോ ലോ എടുക്കുവാണെങ്കിൽ അത് വോളിയം മോൾ റിലേഷനാണ് പറയുന്നത്. അതായത് ഒരു സെയിം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന സമയത്ത്, അതുപോലെ ഈക്വൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന രണ്ട് ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസിൽ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് P1 ബൈ P1 അല്ല, V1 ബൈ N1 ഈക്വൽ ടു V2 ബൈ N2. അതായത് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരേപോലെ ഇരിക്കുന്ന സമയത്ത് ഈക്വൽ വോളിയത്തിൽ ഇരിക്കുന്ന രണ്ട് ഗ്യാസുകളുടെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയിരിക്കും. P1 ഈക്വൽ ടു P1 ബൈ N1 ഈക്വൽ ടു P2 ബൈ N2. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ലോസ്. ഈ എല്ലാ ലോകളുടെ ചേർത്ത് നമുക്കൊരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ PV ഈക്വൽ ടു NRT എന്ന് പറയുന്നത്. PV ഈക്വൽ ടു NRT, വേർ R എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇൻ ഡിസംബർ 2025 PNGRB ടാരിഫ് റിവാമ്പ് was expected to cut city gas distribution transport cost by how much? നമ്മുടെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിൻ്റെ ടാരിഫ് റിവാമ്പ് 2025 ഡിസംബറിലെ ടാരിഫ് റിവാമ്പിൽ
സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് എത്രത്തോളം കട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൻസർ 1000 കോടി. 1000 കോടി വരെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് കട്ട് ചെയ്യുമെന്നാണ് PNGRB ടാരിഫ് റിവാമ്പിൽ പറഞ്ഞിട്ടുള്ളത്. A printer receives information from the computer and produces a hard copy on paper. This behavior makes the printer a. അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് അതെന്ത് ഈ പേപ്പറിൽ ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് തരുകയും ചെയ്യുന്നു. സോ ഇതെന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. Which action attracts disqualification of an independent MP under the anti-defection law introduced by 52nd Constitutional Amendment Act of 1985? ആൻറ്റി-ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത് MP-യുടെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള MP-യുടെ ഡിസ്ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് ആൻറ്റി-ഡിഫെക്ഷൻ ലോ പ്രകാരം. ഓക്കെ, സപ്പോർട്ടിങ് എ കോയിലേഷൻ ഗവൺമെൻറ്. കോയിലേഷൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്നിൽ കൂടുതൽ പാർട്ടികൾക്ക് ഒരുമിച്ചൊരു കോയിലേഷൻ ഗവൺമെൻറ് ഫോം ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. സോ ഇതല്ല. ജോയിനിങ് എനി പൊളിറ്റിക്കൽ പാർട്ടി ആഫ്റ്റർ ദെയർ ഇലക്ഷൻ, ഇതാണ് കറക്റ്റ്. ഇലക്ഷനിൽ നിന്ന് ജയിച്ചതിന് ശേഷം പാർട്ടി മാറി, അതായത് കൂറുമാറുക, അങ്ങനെ പാർട്ടി മാറി വേറൊരു പാർട്ടി പോയി കഴിഞ്ഞാൽ ആൻറ്റി-ഡിഫെക്ഷൻ ലോ വഴി എന്ത് ചെയ്യാം, ആ MPയെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. വോട്ടിംഗ് ഡിഫറൻലി ഇൻ ഫ്രം പാർട്ടിക്കൽ വിപ്പ്, ഇല്ല, ഇതൊന്നും ഉത്തരമല്ല. കാരണം പാർട്ടിയുടെ ഇൻട്രസ്റ്റിന് പ്രകാരം വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. റിമൈനിങ് ന്യൂട്രൽ ഇൻ ഡിബേറ്റ്സ്, അതൊന്നും അതിൻ്റെ കാരണമല്ല. കൂറ് മാറാൻ പാടില്ല, അതായത് പൊളിറ്റിക്കൽ പാർട്ടി മാറാൻ പാടില്ല ഇലക്ഷന് നിന്നതിന് ശേഷം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ ആത്മീയ സഭ? ആത്മീയ സഭയായിട്ട് ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. ഓക്കെ, ദ ആത്മീയ സഭ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1824. തെറ്റാണ്. 1814 ആത്മീയ സഭ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. രാജാറാം മോഹൻ റോയ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ കൽക്കട്ടയിൽ, ഇതെല്ലാം കറക്റ്റാണ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് ആണ് ഇത് ആത്മീയ സഭ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൽക്കട്ടയിലാണ് ആത്മീയ സഭ എസ്റ്റാബ്ലിഷ് ആവുന്നത്. ആൻഡ് ഈ ആത്മീയ സഭയാണ് പിന്നെ 1828 ബ്രഹ്മസമാജമായിട്ടൊക്കെ പിന്നീട് മാറുന്നത്. ഓക്കെ, ബ്രഹ്മസമാജമായിട്ട് പിന്നീട് മാറുന്നത് ഈ ആത്മീയ സഭ തന്നെ, രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന ആത്മീയ സഭയാണ്. സോ ഇതിനകത്ത് ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദ്യം. ഇൻകറക്റ്റ് ഇതാണ്. ആത്മീയ സഭ എസ്റ്റാബ്ലിഷ് ആയത് 1814 1824 അതുപോലെ അതിനകത്ത് ആത്മീയ സഭയിലെ കീ മെമ്പേഴ്സൊക്കെ ആയിരുന്നു ദ്വാരക്നാഥ് ടാഗോർ, അതുപോലെ പ്രസന്നകുമാർ ടാഗോറൊക്കെ രാജാറാം മോഹൻ റോയുടെ കൂടെ തന്നെ ആത്മീയ സഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇവരെന്ത് ചെയ്തിരുന്നു, മോണോത്തിസമാണ് ഇവരുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. അതായത് ഉപനിഷത്ത് ടീച്ചിങ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, ഒരു ഗോഡിനെ, സിംഗിൾ ഗോഡിനെ ബിലീവ് ചെയ്യുക. അതുപോലെ ഐഡൽ വർഷിപ്പ് പാടില്ല. ആൻഡ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് സതി സിസ്റ്റമും പോളിഗാമിയൊക്കെ എന്ത് ചെയ്തിരുന്നു, ഇവർ എതിർത്തിരുന്നു. കാസ്റ്റ് സിസ്റ്റമൊക്കെ ഇവർ എതിർത്തിരുന്നു. ഓക്കെ, അതായിരുന്നു ആത്മീയ സഭ. ഹൗ ഡു യു സെർച്ച് ഫോർ ഫയൽസ് വിത്ത് പാർഷ്യൽ നെയിംസ് ഇൻ വിൻഡോസ് 11? വിൻഡോസ് 11 പാർഷ്യൽ നെയിം, ഇപ്പോൾ നമുക്ക് വിൻഡോസ് 11 നമുക്കിപ്പോൾ ഒരു ഫയലിൻ്റെ പേര് മൊത്തത്തിൽ അറിയത്തില്ല, പകുതി അറിയുള്ളൂ. ഇപ്പം ഫൈനൽ റിപ്പോർട്ട് 2025, അതിൽ നമുക്ക് റിപ്പോർട്ട് എന്തോ ഒരു റിപ്പോർട്ടാണ് നമുക്കറിയാം, പക്ഷേ കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആസ്റ്റർസ്ക് യൂസ് ചെയ്യണം. ആസ്റ്റർസ്ക് റിപ്പോർട്ടെന്ന് അടിക്കുക, എഗെയിൻ ആസ്റ്റർസ്ക് ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിപ്പോർട്ട് എന്നുള്ള പേര് വന്നേക്കുന്ന എല്ലാ ഫയലുകളും കാണിക്കും. അതിലൂടെ നമുക്ക് പാർഷ്യൽ നെയിമുള്ള ഫയലുകളെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, @ ഡോളറും ആംപർസാൻഡ് ഒന്നുമല്ല, ആസ്റ്റർസ്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യാറുണ്ട്. റിപ്പോർട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എന്നിട്ടിട്ട് നമ്മൾ സെർച്ച് ചെയ്താലും നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള ഫയലുകൾ കിട്ടും. ഓക്കെ, മേജർ സ്റ്റോറേജ് മീഡിയ സച്ച് ആസ് CDs ആൻഡ് DVDs യൂസ് ഒപ്റ്റിക്കൽ ടെക്നോളജി വൈൽ HDDs റിലേ ഓൺ ഡാഷ് ടെക്നോളജി ടു സ്റ്റോർ ബിറ്റ്. CDസും DVDs ഒക്കെ ഒപ്റ്റിക്കൽ ടെക്നോളജി യൂസ് ചെയ്യുമ്പം HDD അഥവാ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് മാഗ്നറ്റിക് പ്ലാറ്റേഴ്സ് യൂസ് ചെയ്യും. അതിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചാണ് അതെന്ത് ചെയ്യുന്നത്, മെമ്മറി അഥവാ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡാണ്. ഇനി SSD ആണെങ്കിലോ, SSDയുടെ കാര്യം കൂടെ ജസ്റ്റ് പറയാം. SSD എന്ന് വെച്ചാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. SSD സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോൺ യൂസ് ചെയ്താണ്. ഇലക്ട്രോണിൻ്റെ ഉപയോഗം വെച്ചാണ് എന്ത് ചെയ്യുന്നത്, SSD ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. Which among the following information is not a ground for exemption from disclosure of information under RT Act of 2005? RT Act of 2005 പ്രകാരം
എന്താണ് എക്സംഷൻ അല്ലാത്തത് ഇതിലേതാണ്. അതായത് നമ്മൾ RT ആക്ട് എന്ന് വെച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ നമുക്ക് സീക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് കിട്ടത്തില്ല, പബ്ലിക്കിന് കിട്ടത്തില്ല. അപ്പോൾ അതല്ലാത്തത് എന്നാണ് ചോദ്യം. നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. സോ ഇതാണ് ഇതിൻ്റെ ഉത്തരം. നോട്ട് എ ഗ്രൗണ്ട് ഫോർ എക്സംഷൻ. എക്സംഷൻ അല്ലാത്തത് ഏതെന്നാണ്. എക്സംഷൻ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് കിട്ടും. പക്ഷേ ഇതൊക്കെ എന്താണ് എക്സംഷനുകളാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതായത് ബ്രീച്ച് പ്രിവിലേജ് ഓഫ് പാർലമെൻറ്റ്, അതുപോലെ ക്യാബിനറ്റ് പേപ്പേഴ്സ് ഇൻക്ലൂഡിങ് റെക്കോർഡ്സ് ഓഫ് ഡെലിബറേഷൻ, അതുപോലെ സോവറിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫർമേഷനുകൾ. ഈ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷനിൽ വെച്ച് എടുക്കാൻ പറ്റുന്നതല്ല. അത് ഗ്രൗണ്ട് ഓഫ് എക്സംഷൻ ആണ്. വിച്ച് ഫയൽ ടൈപ്പ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി ക്ലാസിഫൈഡ് ആസ് എ സിസ്റ്റം ഫയൽ ഇൻ വിൻഡോസ് OS? വിൻഡോസ് OSൽ സിസ്റ്റം ഫയൽ ഇതിലേതെന്നാണ് ചോദ്യം. MP3 എന്ന് വെച്ചാൽ നമുക്കറിയാം ഓഡിയോ ഫയലാണ്. DOCX എന്താണ്? നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്റ്റൻഷനാണ് DOCX. അതിൻ്റെ സിപ്പ് ഫയൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫയൽ കംപ്രസ് ചെയ്യുന്ന സമയത്തുള്ളാവുന്ന എക്സ്റ്റൻഷനാണ് .zip. ഇതിൻ്റെ ഉത്തരം DLL ആണ്. ഓക്കെ, DLL ഫയലുകളാണ് DLL ഫയൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലുള്ള പല സോഫ്റ്റ്വെയർ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസിന് ഒരു റിസോഴ്സിൽ നിന്ന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DLL ഫയലുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു .1.dll ഉണ്ടെന്ന് വെച്ചോ, ഇതിനകത്ത് കുറേ ഐക്കൺസ് അതുപോലെ കുറേ കാര്യങ്ങൾ കോഡുകളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യും, പല OSൽ തന്നെയുള്ള പല കോഡുകൾ ഇത് യൂസ് ചെയ്യും, പ്രോഗ്രാമുകൾ ഇത് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓരോ പ്രോഗ്രാമിനും പ്രത്യേകം സോഴ്സ് ആവശ്യമില്ല, എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഒരു DLL സോഴ്സ് കാണും. അപ്പോൾ ഇതിലൂടെ സ്റ്റോറേജ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനൊരു സിസ്റ്റം ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, .dll എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് സിറ്റി വാസ് വേൾഡ് കോൺഫറൻസ് ഓൺ കൾച്ചറൽ പോളിസീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മോണ്ടിയ കൾട്ട് 2025 ഹെൽഡ്? നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് കോൺഫറൻസ് ഓൺ കൾച്ചറൽ പോളിസീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള മോണ്ടിയ കൾട്ട് 2025 നടന്ന സിറ്റി ഏതാണ്? ഇതിൻ്റെ ഉത്തരം ബാഴ്സലോണ, സ്പെയിൻ. ഓക്കെ, സോ ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ തേർഡ് ഷിഫ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.